നമസ്കാരം, ഞാൻ ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആദ്യം നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. 23 വയസ്സുള്ള ആദിത്യൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം എന്നാണ് സൂചന. അലക്സ് റാം മുഹമ്മദുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൊടുങ്ങാവിളയിൽ ഉണ്ടായിരിക്കുന്നത്. 7 മണിയോടുകൂടിയാണ് ഈ സംഭവം. പത്താങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ഈ മരിച്ച 23 വയസ്സുകാരനായ ആദിത്യൻ. ഇദ്ദേഹത്തിന്റെ സ്വദേശം ഊരൂട്ടുകാലയാണ്, സ്വന്തം സ്വദേശം ഊരൂട്ടുകാലയാണ് എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം പത്താങ്കലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇദ്ദേഹം ഒരു അമരവിളയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റാണ് ഈ ആദിത്യൻ. ഇതിൽ പ്രധാനമായി പോലീസ് പറയുന്നത്, കഴിഞ്ഞ ദിവസം നെല്ലിമുട് പാട്യാക്കാലയിൽ വെച്ച് ജീവൻ എന്ന പേരുള്ള ഒരു യുവാവുമായി ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അത് ഏതോ വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഉണ്ടായിരുന്നത്. അതായത് ഈ പണമിടപാട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമാണത്. അതിനെ തുടർന്നാണ് ഇന്ന് ഒരു സംഘം ആളുകൾ ഈ കൊടുങ്ങാവിളയിലേക്ക്, അതായത് 4 പേർ അടങ്ങുന്ന ഒരു സംഘം ഒരു ആൾട്ടോ കാറിലും ഒപ്പം ഒരാൾ ബൈക്കിലുമായി ഈ കൊടുങ്ങാവിളയിലെത്തി ആദിത്യനെ താൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും വിളിച്ച് കൊടുങ്ങാവിളയിലേക്ക് എത്തിച്ചത്. ആദിത്യൻ എത്തുമ്പോൾ തന്നെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതികളെ ഒന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇവർക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആദിത്യന്റെ മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ്. മറ്റ് കാര്യങ്ങൾ, അതായത് ഈ ആദിത്യന്റെ സുഹൃത്തുക്കൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉടമയുമായി ആദിത്യനും വാക്കുതർക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാണെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുകയാണ്. എന്താണ് ഈ ആക്രമണത്തിലേക്കും ഈ കൊലപാതകത്തിലേക്കും നയിച്ചതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഈ പ്രതികളെ ആരെയും പിടികൂടിയിട്ടില്ല. ഇപ്പോഴും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ആദിത്യന്റെ മൃതദേഹമുള്ളത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം. ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് EDയുടെ അന്വേഷണം. CMRL, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ്, KICDC എന്നിവയടക്കം അന്വേഷണ പരിധിയിൽ വരും. ആരോപണ വിധേയരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടിയിലേക്കും ഏജൻസി വൈകാതെ കടക്കും. അതേസമയം കേസിൽ CBI അന്വേഷണം കൂടി വേണമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പ്രതികരിച്ചു. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള EDയുടെ അന്വേഷണം സ്വാഭാവികമായും SFI എൻക്വയറിയുടെ ഭാഗമായി തന്നെ വരേണ്ടതാണ്. സെക്ഷൻ 447 അനുസരിച്ച് തീർച്ചയായിട്ടും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും EDയുടെ സാന്നിധ്യം ഈ കേസ് അന്വേഷണത്തിൽ ആവശ്യമാണ്. EDയുടെ മാത്രമല്ല, CBIയുടെയും സാന്നിധ്യം ഈ കേസ് അന്വേഷണത്തിൽ ആവശ്യമാണ്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയിൽ SFIO നടത്തുന്ന അന്വേഷണം തുടരാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിനിടെയാണ് EDയും സമാന വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ശ്രീകാന്ത്, 24, കൊച്ചി. മാസപ്പടിയിലെ ED നടപടിയിൽ രാഷ്ട്രീയ വിവാദം. ED അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്റ്റണ്ട് മാത്രമെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. അതേസമയം ED BJPക്ക് വേണ്ടി കൂലിപ്പണി എടുക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള മാസപ്പടി വിവാദത്തിൽ ED അന്വേഷണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് വട്ടമിട്ട് പറക്കുന്നുവെന്നായിരുന്നു ഇതുവരെയുള്ള CPIMന്റെ ആരോപണം. എന്നാൽ ഇക്കുറി ഒരു പടി കൂടി കടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BJPക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്നുവെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. EDന്റെ കാര്യം കൂലിക്ക് പണിയെടുക്കുന്നല്ലേ? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ്. എന്നാൽ EDയുടെ വരവിനെ കോൺഗ്രസ് CPIMനും BJPക്കും ഒരേപോലെ എതിരാക്കുകയാണ്. CPIMും BJPയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായുള്ള അന്വേഷണമെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ED അന്വേഷണം എവിടെ എത്തി? ലൈഫ് മിഷൻ കൊലക്കേസിലെ ED അന്വേഷണം എവിടെ എത്തി? ED തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്. പകരം ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി. പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു. ED അന്വേഷണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നായിരുന്നു തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ED ഇൻസ്ട്രുമെന്റ് ഓർ CBI ഇൻസ്ട്രുമെന്റ്, അവർക്ക് കോർട്ടില്ലേ? ഇവർക്ക് ബെയിൽ ഡിനൈ ചെയ്യുന്നു, ജയിലിൽ അയക്കുന്നു. അതാരാ ചെയ്യുന്നത്? കോർട്ട് സിസ്റ്റം അല്ലേ? EDയുടെ കേരളത്തിലേക്കുള്ള വരവ് തെരഞ്ഞെടുപ്പ് കളത്തിൽ UDFും NDAയും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ LDF ഉയർത്തുന്ന പ്രതിരോധം രാഷ്ട്രീയ ആകാംക്ഷയാകും. 24, തിരുവനന്തപുരം.
കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ്. അടുത്ത മാസം 2-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകണം. ഇ.ഡി. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക് പ്രതികരിച്ചു. ഇ.ഡി. സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതി മെയ് 21 മാറ്റിയതിനു പിന്നാലെയാണ് തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 2-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസ്. ഇത് 8ാം തവണയാണ് തോമസ് ഐസക്കിന് ഇ.ഡി. നോട്ടീസ് അയക്കുന്നത്. അതേസമയം ഇ.ഡിയുടെ പേടിപ്പിക്കലൊക്കെ വടക്കേ ഇന്ത്യയിൽ മതിയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. അന്ന് ചെന്നില്ലെങ്കിൽ മൂക്കിപ്പൊടിയാക്കൂ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ? ഇവിടെ ആർക്കും ഇ.ഡി. പേടിയൊന്നുമില്ല കേട്ടാ. അത് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കി വെച്ചാൽ മതി. ഇ.ഡി. നടപടിക്കെതിരെ നാളെ തന്നെ കോടതിയെ സമീപിക്കാനാണ് തോമസ് ഐസക്കിന്റെ തീരുമാനം. അന്ത്യശാസന നോട്ടീസ് എന്ന് തോമസ് ഐസക് തന്നെ വിശദീകരിക്കുമ്പോൾ ഇ.ഡിയുടെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. 24 പത്തനംതിട്ട. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്രം അനാവശ്യമായി കൈകടത്തുന്നു. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും നിശ്ചേഷ്ടമാക്കുന്ന നടപടികളാണ്. എല്ലാറ്റിലും അനാവശ്യമായ കൈകടത്തലും സ്വതന്ത്രമായ പ്രവർത്തനം നിഷേധിക്കലുമെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ തലങ്ങും വിലങ്ങും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നു. ഇലക്ടറൽ ബോണ്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ആശ്വാസമില്ല. ഇ.ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഏപ്രിൽ 3 മാറ്റി. ഏപ്രിൽ 2-നകം ഇ.ഡി. മറുപടി നൽകണം. കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഭരണം നിയന്ത്രിക്കുന്നതിനെതിരെ ബി.ജെ.പി ഡൽഹി പോലീസിൽ പരാതി നൽകി. ഇ.ഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും കെജ്രിവാളിനെ ഉടൻ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നും അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടു. ഇക്കാര്യം കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ മറുപടി നൽകാൻ ഇ.ഡിക്ക് ഏപ്രിൽ 2 വരെ കോടതി സമയം അനുവദിച്ചു. ഏപ്രിൽ 3-ന് കേസ് വീണ്ടും പരിഗണിക്കും. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ അയച്ച സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. പലതവണ റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്നും കോടതിയിൽ സത്യം വെളിപ്പെടുത്തുമെന്നുമാണ് കത്തിലുള്ളത്. ईडी ने पिछले 2 साल में 250 से ज्यादा रेड मार लिए. वो इस सो कॉल्ड शराब घोटाले का पैसा ढूंढ रहे हैं. अभी तक किसी भी रेड में एक पैसा नहीं मिला. കെജ്രിവാളിനെതിരായ നടപടികൾ നിഷ്പക്ഷമായിരിക്കണമെന്ന US പ്രതികരണം അനാവശ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. US ആക്ടിംഗ് ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബാർബനെ വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടുള്ള കെജ്രിവാളിന്റെ ഭരണനിർവഹണത്തിനെതിരെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയ്ക്ക് പരാതി നൽകി. ഇന്ന് പ്രത്യേക സമ്മേളനത്തിനായി ഡൽഹി നിയമസഭ ചേർന്നതിന് പിന്നാലെ ആം ആദ്മി MLA-മാർ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചു. ഗോവയുടെ ചുമതലയുള്ള ആം ആദ്മി പാർട്ടി നേതാവ് ദീപക് സിംഗ്ലയുടെ ഡൽഹിയിലെ വസതിയിലടക്കം ഇ.ഡി. ഇന്നും പരിശോധന നടത്തി. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും. പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏപ്രിൽ 2-ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. പ്രചാരണത്തിന് പണം കണ്ടെത്താൻ കൂപ്പൺ അടിച്ചിറക്കാനുള്ള തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനോട് വിശദീകരണം തേടി. വയനാട്ടിലെ സിറ്റിംഗ് MP-യായ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ മണ്ഡലത്തിലെത്തിയിരുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരെ വെള്ളം കുടിപ്പിച്ചതും സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം. NDA സ്ഥാനാർത്ഥിയായി K. സുരേന്ദ്രൻ കൂടി വന്നതോടെ കളമാകെ മാറി. ഇനി രാഹുൽ കൂടി എത്തുന്നതോടെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാകും. അടുത്ത മാസം 2-ാം തീയതി വയനാട് എത്തുന്ന രാഹുൽ 3-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനിടെ വയനാട്ടിലെ LDF UDF സ്ഥാനാർത്ഥികളെ പരിഹസിച്ച് K. സുരേന്ദ്രൻ രംഗത്തെത്തി. ഇന്ത്യ സഖ്യത്തിലെ ഒറിജിനൽ സ്ഥാനാർത്ഥി ആരെന്നായിരുന്നു സുരേന്ദ്രന്റെ ചോദ്യം. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽജിയോട് മാറണം എന്നുള്ളത്. എന്ന് വെച്ചാൽ പരസ്പരം മത്സരിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്.
ഞങ്ങൾ ശരിയായ ഫൈറ്റ് IND മുന്നണിക്കെതിരായിട്ടാണ്. IND മുന്നണിയുടെ ഒറിജിനൽ കാൻഡിഡേറ്റ് രാഹുൽജി ആണെങ്കിൽ ഉറപ്പായിട്ടും മത്സരം രാഹുൽജിയും ഞാനും തന്നെ. അതേസമയം കോൺഗ്രസിന് തലവേദനയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. തൃശൂരിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർ BJPയിൽ ചേർന്നു. പാലക്കാട് DCC മുൻ ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ CPIMൽ ചേർന്നു. ജില്ലാ നേതൃത്വം പറഞ്ഞ പൊതുവെ വിയോജിപ്പെന്ന് പറഞ്ഞാൽ ജില്ലാ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരോടൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനമെന്ന് എപ്പോഴും എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക, ചില ആശ്രിത വത്സലരെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് കൂപ്പൺ അടിച്ച് പണപ്പിരിവ് കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയത്. 24 തിരുവനന്തപുരം. കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ വോട്ട് ചോദിച്ചെത്തിയ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ABVP SFI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും സംഘർഷമുണ്ടായി. ABVP യൂണിയൻ ക്രമീകരിച്ച വേദിയിൽ കൃഷ്ണകുമാർ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പോലീസും അധ്യാപകരും ചേർന്നാണ് വിദ്യാർത്ഥികളെ പിടിച്ചുമാറ്റിയത്. SFIക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ഹരിത നേതാക്കൾക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ നേതൃത്വത്തെ വിമർശിച്ചതിന് പുറത്തായ MSF നേതാക്കളെ മുസ്ലിം ലീഗ് തിരിച്ചെടുത്തു. MSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ, മുൻ സംസ്ഥാന സെക്രട്ടറി KM ഫവാസ് എന്നിവർക്കെതിരായ അച്ചടക്ക നടപടിയാണ് റദ്ദാക്കിയത്. ഇവർ നൽകിയ മാപ്പപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ലീഗ് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രികാ സമർപ്പണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ജലന്ധർ MP സുശീൽ കുമാർ റിങ്കു BJPയിൽ ചേർന്നു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രണ്ടാം ഘട്ട വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാഹചര്യം വിലയിരുത്തി. സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പര്യാപ്തമെന്ന നിഗമനം. 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് നാളെ പ്രസിദ്ധീകരിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-നാണ്. നാളെ മുതൽ ഏപ്രിൽ 4 വരെ കേരളത്തിൽ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെയാണ് അവസരം. ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളുടെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അതിനിടെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MP സുശീൽ റിങ്കു BJPയിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏക MP BJPയിലേക്ക് പോയത് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചന നൽകി. ഇതിനു മുന്നോടിയായി ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി മടക്കി നൽകും. 24 ഡൽഹി. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ ഐക്യം പ്രതിസന്ധിയിൽ. സീറ്റ് വിഭജനത്തിൽ ധാരണയാകും മുൻപ് ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെയും NCP ശരത് പവാർ വിഭാഗത്തെയും ചൂടിപ്പിച്ചു. നേതാക്കൾ തമ്മിൽ വാക്പോര് രൂക്ഷമായി. മഹാവികാസ് അഘാടി സഖ്യത്തിൽ ചേരില്ല എന്ന സൂചന നൽകി VBN നേതാവ് പ്രകാശ് അംബേദ്കർ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശിവസേനയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിലും തർക്കമണ്ഡലങ്ങൾ ഒഴിവാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 17 പേരുടെ പട്ടിക ഇന്ന് പുറത്തു വന്നപ്പോൾ ഉദ്ധവ് ഒരിടത്തും പിന്നോട്ടില്ലെന്ന് വ്യക്തം. കോൺഗ്രസ് കാലങ്ങളായി മത്സരിക്കുന്ന സാംഗ്ലിയിൽ ഗുസ്തിതാരം ചന്ദ്രഹാർ പാട്ടീൽ ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി. മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം കണ്ണുവച്ചിരുന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലവും പട്ടികയിൽ. പിന്നാലെ പൊട്ടിത്തെറിച്ച് സഞ്ജയ് നിരുപം. സഖ്യം കോൺഗ്രസിന്റെ നാശത്തിനാണെന്ന് പറഞ്ഞ നിരുപം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും ആവശ്യപ്പെട്ടു. സഖ്യത്തിൽ പാലിക്കേണ്ട മര്യാദ ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിജയ് വഡേട്ടിവാറും പറഞ്ഞു. എന്നാൽ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. സഞ്ജയ് റാവത്തിൻ്റേത് BJPയുടെ ശബ്ദമാണെന്ന് ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി വിമർശിച്ചു. റാവത്ത് ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു മറ്റൊരു നേതാവായ അരവിന്ദ് സാവന്തിന്റെ പരിഹാസം. അതേസമയം NCP മത്സരിക്കാറുള്ള മുംബൈ നോർത്ത് ഈസ്റ്റിൽ ഉദ്ധവ് സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ NCP പ്രവർത്തകർ മുംബൈയിൽ പ്രതിഷേധിച്ചു. 4 സീറ്റിൽ കൂടുതൽ വേണമെന്ന തന്റെ ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രകാശ് അംബേദ്കർ 8 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നീണ്ടുപോയ സീറ്റ് വിഭജന ചർച്ചകൾക്കൊടുവിലും വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കാസർഗോഡ് ഉപ്പളയിൽ സ്വകാര്യ ബാങ്കിന്റെ ATMൽ നിറയ്ക്കാനെത്തിച്ച 50 ലക്ഷം രൂപ പട്ടാപ്പകൽ കൊള്ളയടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. പോലീസ് അന്വേഷണം തുടങ്ങി. ഉപ്പള ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തുള്ള ആക്സിസ് ബാങ്കിന്റെ ATMൽ നിറയ്ക്കാനാണ് സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ പണമെത്തിച്ചത്. വാഹനത്തിന്റെ ഏറ്റവും പിന്നിലെ അറയിലായിരുന്നു പണം.
വാഹനം ഉപ്പളയിലെത്തിയപ്പോൾ ATMൽ നിറയ്ക്കാനുള്ള 50 ലക്ഷം രൂപയുടെ 2 കെട്ടുകൾ ജീവനക്കാർ മധ്യഭാഗത്തെ സീറ്റിലേക്ക് മാറ്റി. തുടർന്ന് 50 ലക്ഷം രൂപ ATMൽ നിറയ്ക്കാനായി ജീവനക്കാർ വാഹനം പൂട്ടി ATM കൗണ്ടറിലേക്ക് പോയി. ഈ സമയം സീറ്റിൽ വെച്ചിരുന്ന 50 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ ചില്ല് തകർത്ത് മോഷ്ടാവ് കവർന്നത്. അശ്രദ്ധമായ രീതിയിലാണ് ഏജൻസി പണം കൈകാര്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ATMൽ പണം നിറയ്ക്കാൻ പോകുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടെയുണ്ടാകണം. എന്നാൽ ഇവിടെ അത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചില്ല. കരാറെടുത്ത കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സുരക്ഷാ ഗ്രില്ലുകളും വാഹനത്തിലില്ലായിരുന്നു. മോഷ്ടാവിനായി അതിർത്തികളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന ആരംഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ ബാഗുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 24 കാസർഗോഡ്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ സെൽ DYSP നേരിട്ട് ഡൽഹിയിലെത്തിയാണ് രേഖകൾ നൽകിയത്. വെറ്ററിനറി സർവകലാശാലയുടെ പുതിയ VCI ഡോക്ടർ KS അനിൽ ചുമതലയേറ്റു. CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം വന്ന 17-ാം ദിവസമാണ് പ്രൊഫോമ അടക്കമുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയത്. സ്പെഷ്യൽ സെൽ DYSP S ശ്രീകാന്ത് നേരിട്ടാണ് രേഖകൾ നൽകിയത്. പ്രഥമ വിവര റിപ്പോർട്ടിന്റെ ഇംഗ്ലീഷ് പകർപ്പ്, അന്വേഷണ നാൾ വഴി മൊഴികൾ, മഹസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ. സർക്കാരിന്റെ അനാസ്ഥ പുറത്തായതോടെ ഇന്നലെ രാത്രിയാണ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ രേഖകൾ കൈമാറാൻ ചുമതലപ്പെടുത്തിയത്. തന്ന സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടോ? അത്രേ ഉള്ളൂ, വേറൊന്നും പറയല്ല. എന്നാൽ രേഖകൾ കൈമാറുന്നതിലെ വീഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത് വിവാദത്തിലായ ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ KS അനിലിനെ ഗവർണർ നിയമിച്ചത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളോടും സഹകരിക്കുമെന്ന് VCI ചുമതലയേറ്റ ഡോക്ടർ KS അനിൽ പറഞ്ഞു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണറും സമാന്തരമായി നീക്കം നടത്തുന്നുണ്ട്. പ്രത്യേക സമിതിയെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. മോഹിനിയാട്ടം ക്ലാസുകളിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാനാണ് തീരുമാനം. അടുത്ത അധ്യയന വർഷം മുതൽ പ്രവേശനം അനുവദിക്കാൻ ഇന്നു ചേർന്ന ഭരണസമിതി തീരുമാനിച്ചു. അധിക്ഷേപ പരാമർശങ്ങളിൽ സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ക്ലാസുകളിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെ പുതിയ ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിലും വൈസ് ചാൻസലർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഭരണസമിതിയിലെ മുതിർന്ന അംഗമായ കലാമണ്ഡലം ഗോപി നിർദ്ദേശത്തെ പിന്തുണച്ചു. കഥകളിയിൽ പെൺകുട്ടികൾക്ക് പഠനത്തിന് അവസരമൊരുക്കാനായെങ്കിൽ എന്തുകൊണ്ട് മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് അവസരം നൽകിക്കൂടാ എന്നായിരുന്നു ചോദ്യം. പിന്നാലെ മറ്റംഗങ്ങളും അനുകൂലിച്ചു. ലിംഗഭേദമന്യേ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ പറഞ്ഞു. പ്രാവീണ്യത്തെയും അഭിരുചിയെയും ആസ്പദമാക്കിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അത് പ്രാക്ടീസ് ബേസ്ഡ് ടെസ്റ്റ്, ഓഡിഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ഒരിക്കലും അത് ജെൻഡർ ഭേദമന്യേ ആയിരിക്കും സംഭവിക്കുക. ലിംഗവിവേചനം അവശേഷിച്ചത് മോഹിനിയാട്ടത്തിൽ മാത്രമാണ്. വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കൂടാതെ പുതിയ 3 കോഴ്സുകൾ തുടങ്ങാനും തീരുമാനിച്ചു. 24 തൃശൂർ. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ CATU. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾ അനുവദിക്കില്ലെന്നും KB ഗണേഷ് കുമാർ ഇടതു മന്ത്രിസഭയിലെ അംഗമാണെന്ന് ഓർക്കണമെന്നും മുൻ MLA KK ദിവാകരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CATU പ്രതിഷേധം നടത്തി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനവും ഡ്രൈവിംഗ് ടെസ്റ്റുകളും പരിഷ്കരിച്ച് ഫെബ്രുവരി 21-ന് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് CITU പ്രതിഷേധം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും. വേണ്ടിവന്നാൽ മന്ത്രിയെ വഴിതടഞ്ഞ് സമരം ചെയ്യുമെന്നും മുൻ MLA KK ദിവാകരൻ. മന്ത്രിക്ക് വളരെ സുഗമമായി കേരളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് അടക്കം ഞങ്ങളെ യാത്ര വാഹനം അടക്കം ഞങ്ങൾക്ക് തടയേണ്ടി വരും എന്ന കാര്യം എന്താ ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, എത്രയും കിട്ടും. പോലീസിനെ കണ്ട് പേടിച്ച് തോക്ക് കണ്ട് പേടിച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. ലേണേഴ്സ് ടെസ്റ്റുകളുടെ സ്ലോട്ട് 30 കുറച്ചത് പിൻവലിക്കണമെന്നും നിലവിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുത്ത് വിപുലീകരിച്ച ശേഷം പരിഷ്കാര നടപടികൾ സ്വീകരിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഏപ്രിൽ 3-ന് ഗതാഗത മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ധർണ നടത്തും. 3-ാം ഘട്ടത്തിൽ മന്ത്രിയെ തടഞ്ഞുള്ള സമരത്തിനൊരുങ്ങുകയാണ് CITU. 24 തിരുവനന്തപുരം.
അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ചരക്ക് കപ്പലിടിച്ച് പാലം തകർന്ന് കാണാതായ 6 തൊഴിലാളികളും മരിച്ചെന്ന് കോസ്റ്റ് ഗാർഡ്. പാലം പുനർനിർമ്മിക്കാനുള്ള മുഴുവൻ ചെലവും ഫെഡറൽ സർക്കാർ വഹിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ദുഷ്കരമാണെന്ന് വ്യക്തമാക്കി രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് തൊട്ടുമുൻപാണ് കാണാതായ 6 പേരും മരിച്ചുവെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. 2 പേരെ ഇന്നലെ രക്ഷിച്ചിരുന്നു. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് ജീവനക്കാർ അറിയിച്ചതിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ മേരിലാൻഡ് ഗതാഗത വകുപ്പ് പാലമടച്ചതാണ് വൻ ദുരന്തമൊഴിവാക്കിയത്. പാലം പുനർനിർമ്മിക്കാനുള്ള മുഴുവൻ ചെലവും ഫെഡറൽ സർക്കാർ വഹിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ബാൾട്ടിമോർ തുറമുഖത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ട ദാലി എന്ന ചരക്ക് കപ്പലിലെ വൈദ്യുതി ബന്ധം നിലച്ചതാണ് അപകട കാരണം. കഴിഞ്ഞ വർഷം ചിലിയൻ തുറമുഖമായ സാൻ ആന്റോണിയോയിൽ നടത്തിയ പരിശോധനകളിൽ കപ്പലിന് പ്രൊപ്പൽഷൻ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കപ്പലിലുള്ള ഇന്ത്യക്കാരായ 2 കപ്പിത്താന്മാരടക്കം 22 ജീവനക്കാരും സുരക്ഷിതരാണ്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ ചരക്ക് കപ്പൽ കമ്പനിയായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റേതാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ. ഇന്റർനാഷണൽ ഡെസ്ക് 24. വാർത്താമഴ പൂർത്തിയാകുന്നു.